എല്ലാവർക്കും വിനീത നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം 6ാമത്തെ അഷ്ടപതിയാണ് നോക്കിയത്. അത് പഠിച്ചുകൊണ്ടേയിരിക്കുക, പഠിച്ചു കാണും എന്ന് വിചാരിക്കുന്നു. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, പഠിക്കുക. ഇന്ന് നമുക്ക് 7ാമത്തെ അഷ്ടപതി നോക്കാം. ആദ്യം അത് ഒന്ന് ചൊല്ലാം. രാഗം ഭൂപാളം, താളം ചാപ്പ്, രചന ജയദേവ കവി. മാമിയം ചലിതാ വിലോക്യ വ്രതം വധൂനിജ ഏനാ. മാമിയം ചലിതാ വിലോക്യ വ്രതം വധൂനിജയേനാ. സാവരാദധയാ മയാ വിന വാരിതാതി ഭയേന ഹരി ഹരി സാഗതാ കുപിദേവ ഹരി ഹരി ഹതാദരദയാ. കിം കരീഷ്യതി കിം വദിഷ്യതി സാചിരം വിരഹേണ. കിം ധനേന ജനേന കിം മമ ജീവിതേന ഗൃഹേണ ഹരി ഹരി സാഗതാ കുപിദേവ ഹരി ഹരി ഹതാദരദയാ. ചിന്തയാമി തദാനനം കുടിലഭൃഗോപ ഹരേണ. ശോണപദ്മമിവോ പരിഭ്രമ ആകുലം ഭ്രമരേണ ഹരി ഹരി സാഗതാ കുപിദേവ ഹരി ഹരി ഹതാദരദയാ. താമഹം ഹൃദി സംഗതാമനിശം വൃഷം രമയാമി. കിം വനേനു സരാമി താമിഹ കിം വൃഥാ വിലപാമി ഹരി ഹരി സാഗതാ കുപിദേവ ഹരി ഹരി ഹതാദരദയാ. തന്വിഖിന്ന അസൂയയാ ഹൃദയം തവ കലയാമി. തന്നവേത്മി കുതോ ഗദാസേന തേന തേനോ നയാമി ഹരി ഹരി സാഗതാ കുപിദേവ ഹരി ഹരി ഹതാദരദയാ. ദൃശ്യസേ പുരതോ ഗദാഗദമേവ മേ വിദദാസി. കിം പുരേവ സസംഭ്രമം പരിരംഭണം ന ദദാസി ഹരി ഹരി സാഗതാ കുപിദേവ ഹരി ഹരി ഹതാദരദയാ. ക്ഷമ്യതാം അപരം കദാപി തവേദൃശം ന കരോമി. ദേഹി സുന്ദരി ദർശനം മമ മന്മഥേന ദുനോമി ഹരി ഹരി സാഗതാ കുപിദേവ ഹരി ഹരി ഹതാദരദയാ. വർണ്ണ
ജനിതം ജയദേവകേന ഹരേരിദം പ്രവണേന കിന്ദുവിൽവ സമുദ്രസംഭവ രോഹിണി രമണേന ഹരിഹരി സാഗത കുവിദേവ ഹരിഹരി ഹതാദരദയ ഒരു നാമാവലിയോട് നോക്കാം. हरि 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 स्मरण करो, हरि चरण कमल ध्यान करो, मुरली माधव सेवा करो, मुरहर गिरिधारी भजन करो, भजन करो जबद 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 करो. श्री राधा कृष्ण युगलमूर्ति की जय. ഇനി അതിൻ്റെ ഉള്ളടക്കം അല്ലെങ്കിൽ പ്രതിപാദ്യ വിഷയം എന്താണെന്ന് ഇവിടെ നോക്കിയതിന് ശേഷം നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഇതിൽ രാധാദേവിയെ വിട്ടുപിരിഞ്ഞ് ഭഗവാൻ മറ്റ് ഗോപികളുമായിട്ട് ക്രീഡിക്കാൻ പോയല്ലോ എന്നോർത്ത് ആണ് ശ്രീകൃഷ്ണൻ പശ്ചാത്തപിച്ചത്. രാധ തന്നെ വിട്ടുപോയപ്പോൾ തടുക്കുകയോ ആദരവ് കാട്ടുകയോ ഒന്നും ചെയ്തില്ല എന്ന കുറ്റബോധത്തോടുകൂടെയുള്ള ഭഗവാന്റെ ഒരുതരം വിലാപമാണ് ഈ പദം. ഇതിലും 8 പദം തന്നെയാണുള്ളത്. 1 തൊട്ട് 7 വരെയുള്ള പദങ്ങളിൽ ഭഗവാന്റെ ഈ വിലാപം വിശദമാക്കുകയാണ്. താൻ ഗോപിമാരോടൊപ്പം ക്രീഡിക്കുന്നത് കണ്ട രാധ തന്നോട് അപരാധം ചെയ്തല്ലോ എന്നോർത്ത് പോകാൻ തുടങ്ങി. പക്ഷെ തൻ്റെ അപരാധം പുറത്തില്ലെങ്കിലോ എന്ന് ഭഗവാന് തോന്നി. അതുകൊണ്ട് രാധാദേവിയെ ഭഗവാൻ എന്ത് ചെയ്തില്ല, തടുത്തില്ല എന്നുള്ളതാണ്. അപ്പം ഭഗവാന് തന്നെ വിഷമം തോന്നുകയാണ്, വിലാപം തോന്നുകയാണ്. കാരണം ദേവിയോട് ആദരവ് കാണിക്കായികയാൽ കുപിതയായിട്ടാണ് എന്ന പോലെ ദേവി അവിടെ നിന്ന് പൊയ്ക്കളഞ്ഞു. കഷ്ടം കഷ്ടം, ഹരിഹരി എന്ന് ഉദ്ദേശിക്കുന്നത് ശിവശിവ എന്ന് പറയും പോലെയാണ്. കഷ്ടമായി പോയി, കഷ്ടം ഞാനങ്ങനെ തടുത്തു നിർത്തിയില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള വിലാപമാണ്. അതൊന്ന് വിശദീകരിക്കുന്നതേ ഉള്ളൂ. ഭഗവാൻ അപ്പോൾ ചിന്തിക്കുകയാണ്, ഭഗവാന്റെ ചിന്തകളാണ് ഇതിൽ മുഴുവൻ. രാധേ, നീ എവിടെ പോയി, എന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു? എനിക്ക് ഈ ഗൃഹം, ധനം, ബന്ധുബലം ഇതൊന്നും കൊണ്ടോ താൻ തന്നെ ജീവിച്ചിരുന്നിട്ടോ എന്ത് പ്രയോജനം? എന്നിട്ട് വീണ്ടും എടുത്ത് പറയുകയാണ്, തടുത്തില്ലല്ലോ, ദേവി പോയപ്പോൾ തടുത്തില്ലല്ലോ, കഷ്ടമായി പോയി എന്ന് ചിന്തിക്കുകയാണ് ഭഗവാൻ, വിലപിക്കുകയാണ്. വീണ്ടും പറയുന്നു, എൻ്റെ ഹൃദയത്തിൽ സംഗമിച്ചിരുന്ന ദേവിയെ, രാധയെ ഞാൻ എപ്പോഴും രമിപ്പിക്കുന്നുണ്ട്. പിന്നെ ചിന്തിക്കുകയാണ്, ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ രാധാദേവി എന്ന് പറഞ്ഞാൽ ജീവാത്മാവിൻ്റെ പ്രതീകമാണ്. അപ്പോൾ അത് ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും രമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ തന്നെ തിരയുന്നത്? ഒക്കെ ഭഗവാൻ ചിന്തിക്കുകയാണ് ആ രീതിയിൽ. വെറുതെ എന്തിനാണ് ഞാൻ വിഷമിക്കുന്നത്? എന്നിട്ട് വീണ്ടും പറയുകയാണ്, അയ്യോ, ഞാൻ ദേവി പോയപ്പോൾ തടുത്ത് നിർത്തിയില്ലല്ലോ, കഷ്ടമായി പോയി എന്ന് വീണ്ടും ചിന്തിക്കുന്നു. വീണ്ടും പറയുന്നു, നിൻ്റെ ഹൃദയം അസൂയ കൊണ്ട് ഖിന്നമായിരിക്കുന്നു എന്ന് ഞാൻ ധരിക്കുന്നു, അതുകൊണ്ട് തന്നെ നിന്നെ അനുനയിപ്പിക്കുന്നില്ല എന്ന് വേറൊരു ചിന്ത. പലതരത്തിലിങ്ങനെ ഭഗവാൻ ചിന്തിച്ച് വിലപിക്കുകയാണ്. വീണ്ടും പറയുന്നു, അയ്യോ, കഷ്ടമായി പോയി, തടുത്തു നിർത്തിയില്ലല്ലോ ദേവി പോയപ്പോൾ എന്ന് വീണ്ടും ചിന്തിക്കുന്നു. പിന്നെയും പറയുന്നു, ഹേ സുന്ദരി, ഞാൻ നിന്നെ കാണുന്നുണ്ട്. ഭഗവാൻ തന്നെ ചിന്തിച്ചിട്ട് പറയാണ്, കാണുന്നുണ്ട്, എൻ്റെ മുന്നിലൂടെ നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എങ്കിലും പഴയ പോലെ എന്നെ ആലിംഗനം ചെയ്യുന്നില്ല, കഷ്ടമായി പോയി, ഞാൻ തടുത്തു നിർത്തിയില്ലല്ലോ എന്നുള്ള ചിന്ത. പിന്നെ പറയുന്നു, ഇനി ഞാൻ, ഹേ സുന്ദരി, ഞാൻ ഇനി ഈ എൻ്റെ അപരാധത്തെ ക്ഷമിക്കൂ, ഇനി ഞാനൊരു അപരാധവും ചെയ്യില്ല
എനിക്ക് ദർശനം നൽകിയാലും എനിക്ക് ഈ വിരഹം അല്ലെങ്കിൽ ഈ ദുഃഖം വിരഹദുഃഖം താങ്ങാൻ പറ്റണില്ല, പിന്നെ കഷ്ടമായി പോയി, ഞാൻ തടുത്തു നിർത്തിയില്ലല്ലോ ദേവിയെ എന്നൊക്കെ ഇങ്ങനെ ഭഗവാൻ ചിന്തിച്ച് വിലപിക്കുകയാണ്. അതാണ് ഈ 1-7 പദങ്ങളിൽ കവി വർണ്ണിച്ചിരിക്കുന്നത്. 8-ാമത്തതിൽ ഈ ജയദേവൻ ജനിച്ച സ്ഥലം കേന്തുളി ഗ്രാമത്തിൽ, വെസ്റ്റ് ബംഗാൾ കേന്തുളി ഗ്രാമത്തിലെ കിന്ദുവില്യം എന്ന സ്ഥലത്താണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ ആമുഖത്തിൽ പറഞ്ഞതാണ്. അത് സൂചിപ്പിച്ചിരിക്കുന്നത് കവി എല്ലാ കാര്യവും ഓരോരുത്തരായിട്ട് പദത്തിലും ശ്ലോകങ്ങളിലും പദങ്ങളിലുമായിട്ടെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യം തന്നെയാണ്. എന്നാൽ ഈ പദത്തിലാണ് അത് വന്നിരിക്കുന്നത്. 8-ാമത്തെ പദത്തിൽ കിന്ദുവില്യം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കിന്ദുവില്യം എന്ന സ്ഥലത്ത് ജനിച്ചവനും അതിസമർത്ഥനുമായ ജയദേവനാൽ ശ്രീകൃഷ്ണനെ സംബന്ധിച്ചുള്ള ഈ ഗീതം വർണ്ണിക്കപ്പെട്ടു എന്നവിടെ പറയുന്നു. ഇതാണ് അതിനെക്കുറിച്ചുള്ള ഇതിൻ്റെ പ്രതിപാദ്യ വിഷയം. ഇനി നമുക്ക് വിശദമായിട്ടത് പഠിക്കാം. നമുക്കാദ്യം ഇതിനകത്ത് താളം, നമ്മൾ നേരത്തെ പഠിച്ചത് 6 വരെ പഠിച്ചത് ആദ്യ താളമാണ് പഠിച്ചത്. ഇത് നമ്മളിപ്പം ചാപ്പ് താളമാണ് ഇതിനകത്ത് വരുന്നത്. അങ്ങനെ കുറച്ച് അഷ്ടപദികൾ ചാപ്പ് താളത്തിലുണ്ട്. അപ്പോൾ എന്താണ് ചാപ്പ് താളം എന്ന് നോക്കാം. കാരണം ഇതിൽ അംഗങ്ങളിലുള്ള അക്ഷരകാലങ്ങളെ വ്യക്തമാക്കാതെയോ അംഗങ്ങളെ കാണിക്കാതെയോ മധ്യമകാലത്തിൽ മൊത്തം അടികളെ കൊണ്ട് മാത്രം മധ്യമകാലത്തിൽ പ്രകടമാക്കുന്ന താളങ്ങൾക്ക് പൊതുവെ ചാപ്പ് താളം എന്ന് പറയുന്നു. അടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് തന്നെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട് ചാപ്പ് താളം. തിസ്രം, ഖണ്ഡം, മിശ്രം, സങ്കീർണം. നമ്മൾ നേരത്തെ ഒരിക്കൽ പറഞ്ഞാണ്. തിസ്രത്തിൽ 3 അക്ഷരകാലം, ഖണ്ഡം 5, മിശ്രം 7, സങ്കീർണം 9. നമുക്കിപ്പോൾ ഇവിടെ ഇന്ന് ഇത് 2 മാത്രമേ നമുക്ക് വേണ്ടി ആവശ്യമുള്ളൂ അഷ്ടപതി പഠിക്കുന്നതിൽ. തിസ്രമൊക്കെ നാടൻ പാട്ടുകളിൽ വരാറുണ്ടെന്ന് എഴുതി കണ്ടു. പിന്നെ സങ്കീർണവും ചില പല്ലവികളിൽ ഉപയോഗിച്ചിട്ടുണ്ട് സംഗീതജ്ഞർ. പിന്നെ മിക്കവാറും ഉപയോഗത്തിൽ വരുന്നത് മിശ്ര ചാപ്പും ഖണ്ഡചാപ്പുമാണ് ഉപയോഗത്തിൽ വരുന്നത്. പല സംഗീത കീർത്തനങ്ങളിലായാലും പദങ്ങളിലായാലും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പം നമ്മൾ പഠിക്കുന്നത് സർഗം 3, മുഗ്ധ മധുസൂദനം, അഷ്ടപതി 7, രാഗം ഭൂപാളം, മേളം 8 ജന്യം, താളം ചാപ്പ്. എഴുതിയത് ജയദേവ കവി തന്നെയാണ് എല്ലാം എഴുതിയിരിക്കുന്നത്. എന്നാലിത് ഓർക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും പറയുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമുക്കിനി താളത്തിൻ്റെ രീതി നോക്കാം. ശരിക്കും ചാപ്പ് താളത്തിൽ 2 അടികളിലായിട്ടാണ് താളം പ്രകടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നത്. താളം പിടിക്കുന്നത് 2 അടിയായിട്ടാണ്. പക്ഷേ സൗകര്യത്തിന് അത് 3 അടിയിലും പിടിക്കാം. പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് 3 അടി ആണ് റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ അത് ഒരുപാട് വിശദാംശത്തിലോട്ട് കടക്കുന്നില്ല. ഇവിടെ ആവശ്യം വേണ്ട മാത്രം നമ്മൾ പറയുന്നു. അപ്പോൾ ഇതിൽ ഇപ്പം ഇതിന് മിശ്രചാപ്പെന്ന് പറഞ്ഞാൽ അത് മിശ്രത്തിൽ 7 അക്ഷരകാലം, ഖണ്ഡത്തിൽ 5 അക്ഷരകാലം. ഇതാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും അധികം ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനകത്ത് 3 അടികൾ, ഇപ്പം മിശ്രം എന്ന് പറഞ്ഞാൽ 7 അക്ഷരകാലമാണ് വരുന്നത്. അപ്പോൾ അതിൽ 2 അടി കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുവാണെങ്കിൽ ഇപ്പം 4ഉം 3ഉം 4ഉം, അപ്പം ഇങ്ങനെ 3 അക്ഷരകാലം, ഇത് 4, ഒന്നും നമുക്കറിയാൻ പറ്റില്ല. അങ്ങനെയാണ് 7. അപ്പോൾ അത് സൗകര്യത്തിനായിക്കൊണ്ട്, അതാണ് ചാപ്പിൻ്റെ പ്രത്യേകത. അക്ഷരകാലം നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അംഗങ്ങൾ പ്രകടമാക്കുന്നില്ല. അംഗങ്ങളെ കാണിക്കാത്തത് കൊണ്ട് വെറും അടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇത് സൗകര്യത്തിന് വേണ്ടി 3 അടിയായിട്ടും പിടിക്കുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ 3, 2, 2. എങ്ങനെ വെച്ചാൽ 3 അടി, 1 2 3 1 2 1 2 ഇതാണ്. അപ്പോൾ അവിടെ ആസ്വദം വെച്ച് നോക്കിയാൽ തക്കിട്ട തക്ക തിമ്മി, തക്കിട്ട 3 തക്ക തിമ്മി, അല്ലെങ്കിൽ 1 2 3 1 2 1 2. ഇത് മിശ്രചാപ്പായി. 7 അക്ഷരകാലമായി. അതിന് 7 എണ്ണം. 1 2 3 1 2 1 2, അല്ലെങ്കിൽ തക്കിട്ട തക്ക തിമ്മി. അപ്പം നമ്മൾ ഏത് വേണം ഉപയോഗിക്കാം നമ്മുടെ രീതി അനുസരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. അതേസമയം ഖണ്ഡത്തിനാണെങ്കിൽ ഖണ്ഡത്തിന് 5 അക്ഷരകാലമാണ്. അതും 2 അടി കൊണ്ട് പിടിക്കുവാണെങ്കിൽ, 2 അടിയായിട്ട് നോക്കുവാണെങ്കിൽ 3 2 3 2,
അക്ഷരാലം വരും. പക്ഷേ നമ്മൾ സൗകര്യത്തിന് വീണ്ടും അത് 3 അടിയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ അത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ തക്ക തക്കിട്ട തക്ക തക്കിട്ട 1 2 1 2 3 അങ്ങനെയാണ്. 1 2 1 2 3 അങ്ങനെ 5 അക്ഷരകാലം. അത് ഖണ്ഡയാപ. അത് നമ്മളിപ്പം നോക്കണ്ട. ഇതിന് വേണ്ടിയിട്ട് നമുക്കിപ്പം നേരത്തെ പറഞ്ഞ ഇത് തന്നെ നോക്കാം. നമ്മൾ ഉപയോഗിക്കുന്നത് 1 2 3 1 2 1 2 1 2 3 1 2 1 2. ഇതാണ് മിശ്രതാപ്പ്. തക്കിട്ട തക്ക ധിമ്മി. അപ്പോൾ ഇനി ഞാൻ പറയാം, അതൊന്നിട്ട് നോക്കുക. 1 2 3 1 2 1 2 1 2 3 1 2 1 2 ഇട്ട് നോക്കൂ. 1 2 3 1 2 1 2 ഒരിക്കൽ കൂടെ 1 2 3 1 2 1 2. ഇത് പ്രാക്ടീസ് ചെയ്യാം. ഇതാണ് നമുക്ക് ഇപ്പം നോക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ അഷ്ടപതിയിലോട്ട് കിടക്കാം. കിടക്കാം. അപ്പോൾ ഈ താളം ഇട്ട് പ്രാക്ടീസ് ചെയ്യാം. നേരത്തെ താളമല്ല, ഈ താളം നമ്മളിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ വേണം നോക്കാം. തക്കിട തക്ക തിമി, അല്ലെങ്കിൽ എളുപ്പത്തിന് 1 2 3 1 2 1 2 3 അടി. 1 2 3 1 2 1 2. ഓക്കെ. ഇനി നമുക്കതിൻ്റെ ഇതിൽ നോക്കാം. ഇതിൽ ആദ്യത്തത് ഈ പദത്തിൽ നമ്മുടെ പല്ലവി ലാസ്റ്റ് ലൈനാണ്. അത് എഴുതിയെടുത്തിട്ട് വേണം പഠിക്കാനിരിക്കാനായിട്ട്. അതിൽ ലാസ്റ്റ് ലൈനാണ്. അതായത് ഹരി ഹരി ഹതാ ആദരതയ, പിരിക്കുമ്പോൾ ഹതാദരതയ സാഗത കുപിദേവ, അതാണ് അതിൻ്റെ പല്ലവി. ഇത് പാടുമ്പോൾ എഴുതിയിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്, പക്ഷെ പാടുമ്പോൾ നമ്മൾ കുറച്ച് വ്യത്യാസമായിട്ടാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു ആരോ ഇട്ട് വെച്ചോളുക ആ ബുക്കിൽ എഴുതിയവർ. 3ാമത്തെ ലൈനിൽ ഹരി ഹരി കഴിഞ്ഞിട്ട് സാഗത കുപിദേവ വീണ്ടും ഒരു ഹരിഹരി ഉണ്ട്. അത് നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് പാടിയതിന് ശേഷമാണ് നടുക്കുള്ള ഹത ആദരതയ എന്നുള്ള ആ ഭാഗം പാടുന്നത്. അപ്പോൾ അതങ്ങനെ മാർക്ക് ചെയ്തുകൊള്ളുക. അത് മാത്രമേ ഉള്ളൂ ഒരു കാര്യം. അതനുസരിച്ച് നോക്കുക. ഇനി നമുക്ക് ആദ്യത്തെ ഉള്ളടക്കം പറഞ്ഞല്ലോ, ഭഗവാന്റെ വിലാപമാണ് എൻ്റെ സന്ദർഭം. ഇനി നമുക്ക് ആദ്യത്തെ പദം ഞാൻ പൂർണ്ണമായിട്ടൊന്ന് പാടാം, എന്നിട്ടത് വിശദമായിട്ട് പഠിക്കാം. മാമിയം ചലിതാവിലോക്യ വൃതം വധൂനിജയേന സാപരാധതയാ മയാ പിന വാരിതാതി ഭയേന ഹരി ഹരി സാഗതാ കുപിദേവ ഹരി ഹരി ഹതാദരതയ. ഇതാണ് ആദ്യത്തെ പദം. അപ്പോൾ നമ്മൾ ഹതാദരതയ എന്നാണ് ചേർത്ത് എഴുതിയിരിക്കുന്നത്. അത് കുറച്ചൊന്ന് ആകാരം കേൾക്കത്തക്കൊണ്ടാണ് പാടുന്നത്. ഹതാദരതയ എന്ന് പാടും. ഇനി ഓരോ ലൈനായിട്ട് നോക്കാം. മാമിയം ചലിതാവിലോക്യ വൃതം വധൂനിജയേന. പിരിച്ചു നോക്കാം. മാമിയം ചലിതാവിലോക്യ, ഇത്രയും പാടും. ഒന്നുകൂടെ. മാമിയം ചലിതാവിലോക്യ പാടും. അടുത്തത് വൃതം വധൂനിജയേന പാടും. ഒന്നുകൂടെ.
വ്രതം വധൂനിജയേന. പാടും. ഇനി ചേർത്ത് നോക്കാം. മാമിയം ചലിതാ വിലോക്യ വ്രതം വധൂനിജയേന. പാടും. ഇവിടെ മാമിയം ചലിതാ വിലോക്യ വ്രതം വധൂനിജയേന. പാടും. അടുത്ത ലൈൻ. സാപരാധതയാ മയാ വിന. പാടും. ഇവിടെ സാപരാധതയാ മയാ വിന. വാരിതാതി ഭയേന ഹരി ഹരി. പാടും. ഇവിടെ വാരിതാതി ഭയേന ഹരി ഹരി. സാഗതാ കുപിദേവ ഹരി ഹരി. പാടും. ഇവിടെ സാഗതാ കുപിദേവ ഹരി ഹരി. ഹതാദരതയാ. പാടും. ഇവിടെ ഹതാദരതയാ. നമുക്ക് ചേർത്ത് നോക്കാം. സാപരാധതയാ മയാ വിന വാരിതാതി ഭയേന ഹരി ഹരി. ഇത്രയും പാടും. സാഗതാ കുപിദേവ ഹരി ഹരി. പാടും. ഹതാദരതയാ. പാടും. ഒന്നുകൂടെ ചേർത്ത് പാടാം. മാമിയം ചലിതാ വിലോക്യ വ്രതം വധൂനിജയേന. പാടും. സാപരാധതയാ മയാ വിന വാരിതാതി ഭയേന ഹരി ഹരി. പാടും. സാഗതാ കുപിദേവ ഹരി ഹരി. പാടും. ഹതാദരതയാ. പാടും. അപ്പം ആദ്യം താളം പഠിക്കുക, ഇട്ട് നോക്കുക, നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് പാട്ട് പാടുക, എന്നിട്ട് താളവും പാട്ടും കൂടെ ചേർത്ത് പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ ആദ്യത്തെ പദമായി നമുക്ക് രണ്ടാമത്തെ പദം നോക്കാം.
കിം കരീഷ്യതി കിം വദിഷ്യതി സാചിരം വിരഹേണ കിം ധനേന ജനേന കിം മമ ജീവിതേന ഗൃഹേണ ഹരി ഹരി സാഗത കുപിദേവ ഹരി ഹരി ഹതാദരതയാ. ഇതാണ് രണ്ടാമത്തെ പദം. നമ്മളെല്ലാത്തിലും പല്ലവി ഉണ്ടെങ്കിൽ പല്ലവി, അനുപല്ലവി ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പാടും അവസാനം. അപ്പോൾ 2 ലൈൻ കഴിഞ്ഞ് മൂന്നാമത്തേൽ വരുമ്പോൾ പല്ലവി നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും പറയുന്നതേ ഉള്ളൂ. നമുക്കിനി ഓരോ ലൈനായിട്ട് നോക്കാം. ആദ്യത്തെ ലൈൻ ഞാൻ പാടാം. കിം കരീഷ്യതി കിം വദിഷ്യതി സാചിരം വിരഹേണ. നമുക്ക് പിരിച്ച് നോക്കാം. കിം കരീഷ്യതി കിം വദിഷ്യതി പാടും. സാചിരം വിരഹേണ പാടും. ഒന്നുകൂടെ. കിം കരീഷ്യതി കിം വദിഷ്യതി പാടും. സാചിരം വിരഹേണ. ചേർത്ത് കിം കരീഷ്യതി കിം വദിഷ്യതി സാചിരം വിരഹേണ പാടും. അടുത്ത ലൈൻ. കിം ധനേന ജനേന കിം മമ ജീവിതേന ഗൃഹേണ ഹരി ഹരി. ഇത്രയും നോക്കാം. നമുക്ക് അതൊന്ന് പിരിച്ചു നോക്കാം. കിം ധനേന ജനേന കിം മമ പാടും. ജീവിതേന ഗൃഹേണ ഹരി ഹരി പാടും. ഒന്നുകൂടെ. കിം ധനേന ജനേന കിം മമ പാടും. ജീവിതേന ഗൃഹേണ ഹരി ഹരി പാടും. സാഗത കുപിദേവ ഹരി ഹരി പാടും. ഹതാദരതയാ പാടും. ചേർത്ത്. കിം ധനേന ജനേന കിം മമ ജീവിതേന ഗൃഹേണ ഹരി ഹരി പാടും. സാഗത കുപിദേവ ഹരി ഹരി പാടും. ഹതാദരതയാ പാടും. അപ്പോൾ രണ്ടാമത്തെ പദമായി. അപ്പോൾ രണ്ടാമത്തെ പദം ഇതുപോലെ പുതിയ താളമായതുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ ഗ്യാപ്പിൽ പാടി പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് മൂന്നാമത്തെ പദം തൊട്ട് 8 പദങ്ങളാണ് ഇതിലുള്ളത്. 3 തൊട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത് നന്നായിട്ട് എല്ലാം എഴുതിയെടുത്ത് നോക്കി ഈ ചേഞ്ച് ഞാൻ വരുത്തിയത് നോക്കി വയ്ക്കുക. മാർക്ക് ചെയ്ത് വെച്ച് വേണം പഠിക്കാനായിട്ട്. എല്ലാവർക്കും വിനീത നമസ്കാരം.